നമുക്കിനി ഒന്ന് മലപ്പുറത്തേക്ക് പോവാം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. മലപ്പുറത്തെ തീരദേശ മേഖലയിൽ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായ ഗതാഗത മാർഗമായിരുന്നു ഈ ജങ്കാർ സർവീസ്. എന്നാൽ പൊന്നാനി പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് നിർത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി എന്നതാണ് വസ്തുത. സർവീസ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ എന്താണ് ഇങ്ങനെ നിർത്തിവെക്കാൻ കാരണമെന്നല്ലേ? നഗരസഭയും സർവീസ് നടത്തിപ്പിക്കാൻ തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥ പ്രതിസന്ധി. ഒരു കാലത്ത് പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജങ്കാർ സർവീസ്. ഗതാഗതത്തിനും ടൂറിസത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന ഈ സേവനം വീണ്ടും പുനരാരംഭിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 വരെയായിരുന്നു സർവീസ്. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും വ്യാപാരികൾക്കും വലിയ ആശ്വാസമായിരുന്നു ഇത്. എന്നാൽ നഗരസഭയുടെയും സർവീസ് നടത്തിപ്പുകാരുടെയും കൂലിത്തർക്കം പ്രവർത്തനം നിർത്തലാക്കാൻ കാരണമായി. പുനരാരംഭിക്കുമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉയർന്നിട്ടും ഇന്നും അത് കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ജങ്കാർ കുറേ വർഷങ്ങളായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു യാത്രാ ബോട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽസിന് മാത്രമായിട്ട് പോകാനേ പറ്റുള്ളൂ, വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ദൂരത്തേക്ക് നമ്മൾ ഏകദേശം 25-30 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം നിലവിൽ മംഗലം പാലം വഴി പോയി ചമ്രവട്ടം പാലത്തിലൂടെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മംഗലം പാലം റിപ്പയർ ആയിട്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നായർത്തോട് പാലം ഓപ്പൺ ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 10-12 കിലോമീറ്റർ ഇപ്പോൾ നിലവിലുള്ളതിനെക്കാട്ടും കുറയും. പക്ഷേ ജങ്കാർ ഉണ്ടായിരുന്ന സൗകര്യം നമുക്ക് കിട്ടില്ല. ജങ്കാർ തന്നെയാണ്. ദേശീയപാത നിർമ്മാണം മൂലം പൊന്നാനി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ദിനം പ്രതി രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ആനപ്പടി മുതൽ ചമ്രവട്ടം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ജാമിൽ കുടുങ്ങുന്നു. തിരൂരിലേക്ക് പോകാൻ ഇപ്പോൾ യാത്രക്കാർക്ക് 15 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കണം. ജങ്കാർ സർവീസ് പുനരാരംഭിച്ചാൽ ഈ കുരുക്കുകൾക്ക് ഒരു പരിഹാരമാകും. ബദൽ സംവിധാനമായ ബോട്ട് സർവീസ് മഴക്കാലത്ത് നിലയ്ക്കാറുമുണ്ട്. അതിനാൽ വാഹനങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ജങ്കാർ സർവീസ് കൂടുതലായി പ്രായോഗികമാണെന്ന് നാട്ടുകാർ പറയുന്നു. നിളയോര പാതയും പൊന്നാനി തീരസൗന്ദര്യവും ഉൾപ്പെടെ ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുന്ന ഈ ഘട്ടത്തിൽ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചാൽ പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടും. പാവപ്പെട്ട ജനങ്ങളുടെ ആശ്രയമായിരുന്നു ജങ്കാർ സർവീസ്. ഈ സേവനത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നുള്ളതാണ് പൊതുജനം ഉയർത്തുന്ന ചോദ്യം. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. ജങ്കാർ സർവീസ് പുനരാരംഭിക്കുമെന്ന വാഗ്ദാനം ജലരേഖയായി മാറി എന്ന് പറയുന്നതാവും ശരി. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ അത് പൂർത്തിയായിട്ടില്ല. പല റീച്ചുകളിലും പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ ഗതാഗതക്കുരുക്കിൽ നിന്നൊക്കെ ഒരു വലിയ മോചനമാണ് യാഥാർത്ഥത്തിൽ ജങ്കാർ സർവീസ് ആരംഭിച്ചാൽ കിട്ടുക എന്ന് ജനങ്ങൾ പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ജങ്കാറില്ലാത്ത പൊതുവെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്. കണ്ടമാന യാത്രക്കാർ പൊന്നാനിലേക്ക് പോകുന്നു, സ്കൂൾ കുട്ടികളും അങ്ങനെ ഒരുവിധ യാത്രക്കാരൊക്കെ വളരെ സങ്കടകരമായിട്ടൊരു യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മേലധികാരികൾ ഇതിനൊരു നടപടി എടുത്ത് ഉടനെ തന്നെ ഒരു ജങ്കാർ സംവിധാനം നമ്മൾ സ്കൂൾ കുട്ടികൾ നമ്മളെ നാട്ടിലേക്ക് ഒരു ജങ്കാർ സംവിധാനം ഉണ്ടാക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവർക്ക് മുതലാവായിട്ട് അവർ ഇട്ട് പറഞ്ഞ് പോയതാണ്. കൊച്ചിൻ സർവീസ് ചെയ്യുന്നത് പെട്ടെന്ന് വെച്ചിട്ട് അവർക്ക് മുതലാവത്തിൽ രൂപം വന്നപ്പോൾ അവരിട്ടെറിഞ്ഞ് പോയി വിടുന്നു. ജങ്കാറിന് ബുദ്ധിമുട്ട് നല്ല ഉണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രൂപത്തിലാണ് അനുഭവിക്കുന്നത്. ജങ്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ ഒന്നും ഇങ്ങോട്ട് എന്തെങ്കിലും കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ഇതിലെ യാത്രക്കാർക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. വാഹനങ്ങളെ കയറ്റി കൊണ്ടുവരാൻ വെച്ചാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ ഇനിയിപ്പോൾ വാഹനം അവിടെ നിർത്തിയിട്ട് ബോട്ട് കയറിയിട്ട് വേറെ വണ്ടി വിളിച്ച് കയറണം, എന്നിട്ട് പോകണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. അതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. ഈ നഗരസഭയും ഒപ്പം തന്നെ ജങ്കാർ സർവീസ് നടത്തുന്നവരും തമ്മിലുള്ള തർക്കം അത് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.